നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അതായത് 25/10/2025 റബ്ബർ വില രാവിലെ നോക്കുമ്പോൾ 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. RSS 4-ഉം 5-ഉം ISL 20-യും ഒട്ടുപാലിലും. അതേസമയം സ്വർണ്ണവില 1 ഗ്രാമിൻ്റെ മുകളിൽ 35 രൂപ, 1 പവൻ്റെ മുകളിൽ 280 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇനി നമുക്ക് റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 188 രൂപ 50 പൈസ, RSS 5 കിലോ 184 രൂപ 50 പൈസ, ISNL 20 165 രൂപ 50 പൈസ, ലാറ്റക്സ് 60% DRC 126 രൂപ 80 പൈസയാണ്. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 188 രൂപ 50 പൈസ, RSS 5 കിലോ 184 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 124, 60% DRC ഒട്ടുപാൽ കിലോ 93. കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 179, ലോട്ട് കിലോ 167 മുതൽ 172ആണ്. ഫീൽഡ് ലാറ്റക്സ് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇന്നത്തെ 169 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ളതിന് 8450, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ളതിന് 10140, 35% DRC 200 ലിറ്റർ ബാരലുള്ളതിന് 11030. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 180 രൂപ 50 പൈസ, RSS 5 കിലോ 176 രൂപ 50 പൈസ, ISNL 20 163 മുതൽ 164. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 103 മുതൽ 110 രൂപയാണ്. ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില മിക്ക ആൾക്കാരും വളരെ പ്രതീക്ഷയോടെ റബ്ബർ ടാപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല. കാരണം മരം ശരിക്കും നനഞ്ഞു കിടക്കുന്നതിനാൽ ടാപ്പിംഗ് ചെയ്യാൻ പറ്റാത്തത്. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 11,500, 1 പവൻ 92,000, 24 ക്യാരറ്റ് 1 ഗ്രാം 12,546, 1 പവൻ 1,03,68. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9,409, 1 പവൻ 75,272. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 95, പച്ചത്തേങ്ങ ചകിരിയുള്ളത് 60 മുതൽ 80, വെളിച്ചെണ്ണ ലിറ്റർ 490, കൊപ്ര എടുത്തപടി 219, കൊക്കോ 340, കച്ചോലം ഉണങ്ങിയത് 600, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പോട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊള്ളോടുകൂടി 250, കുരുമുളക് വയനാടൻ കിലോ 680, കുരുമുളക് ചേട്ടൻ കിലോ 670, കുരുമുളക് അൺകാർബിൾഡ് കിലോ 693, കുരുമുളക് പുതിയത് കിലോ 683, കുരുമുളക് കാർബിൾഡ് കിലോ 713, ഗ്രാമ്പൂ 775, ഗ്രാമ്പൂ നാടൻ 890, ചുക്ക് വെസ്റ്റ് 250, മഞ്ഞൾ സേലം 155, പൈനാപ്പിൾ പച്ച 32, പഴം 35, നെല്ല് കിൻഡൽ 2300. PM ശ്രീ പദ്ധതിയിൽ കേരളത്തിൻ്റെ പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും മാറില്ല. NCERTC വെട്ടിമാറ്റിയ ഗാന്ധിപഥവും മുഗൾ ചരിത്രവും എല്ലാം അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി പഠിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. ഗവർണർ അധികാരങ്ങളെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ നന്നായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മതനിരപേക്ഷത, ശാസ്ത്രചിന്ത, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവ ഊന്നി തന്നെയാകും തുടർന്നും പഠിപ്പിക്കുക എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. 1500 കോടിയാണ് PM ശ്രീ പദ്ധതി വഴിയിൽ കേന്ദ്ര ഫണ്ടിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് കിട്ടുന്നത്. കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് നേരത്തെ നടപ്പാക്കിയുണ്ട്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.